ഹലോ ഫ്രണ്ട്സ്, റെയിൽവേ സെക്ഷൻ കൺട്രോളർ എക്സാമിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ റിലീസായിരിക്കുകയാണ്. എന്താണ് സെക്ഷൻ കൺട്രോളർ? സെക്ഷൻ കൺട്രോളറുടെ ജോലി എന്താണ്? ഈ ആപ്ലിക്കേഷൻ, ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ, ഇതിൻ്റെ യോഗ്യത, വേക്കൻസി, സാലറി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ എന്താണ് ഒരു സെക്ഷൻ കൺട്രോളറുടെ ജോലി എന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ ഒരു സ്റ്റേഷൻ മാസ്റ്ററിൽ നമുക്ക് തുടങ്ങാം. ഒരു സ്റ്റേഷൻ മാസ്റ്റർ ആ സ്റ്റേഷനിലെ ട്രെയിൻ മൂവ്മെന്റിനെയാണ് കൺട്രോൾ ചെയ്യുന്നത്. എന്നാൽ അടുത്ത സ്റ്റേഷനിൽ ഏത് ട്രെയിനാണ് വന്ന് നിൽക്കുന്നത്, അവിടെ പ്ലാറ്റ്ഫോം ഒഴിവുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊന്നും ആ പർട്ടിക്കുലർ എസ്എമ്മിന് അറിയാൻ കഴിയില്ല. അവിടെയാണ് ഒരു സെക്ഷൻ കൺട്രോളുടെ പ്രസക്തി. ഉദാഹരണം, പാലക്കാട് ഡിവിഷനിൽ പാലക്കാട് മുതൽ കോഴിക്കോട് വരെയുള്ള സ്റ്റേഷൻസ് ഒരു സെക്ഷൻ കൺട്രോളറുടെ അണ്ടറിൽ ആയിരിക്കും. കോഴിക്കോട് മുതൽ മംഗലാപുരം വരെ നിയന്ത്രിക്കാൻ വേറൊരു സെക്ഷൻ കൺട്രോളറും ഉണ്ടായിരിക്കും. അങ്ങനെ പോകും. ഓക്കെ, ഇവരൊക്കെ പാലക്കാട് ഒലവക്കോട് സ്ഥിതി ചെയ്യുന്ന ഡിവിഷണൽ ഓഫീസിൽ അടുത്തടുത്ത മുറികളിലായിരിക്കും. മനസ്സിലായല്ലോ? ഒരു സെക്ഷൻ കൺട്രോളറിന് തൻ്റെ സ്റ്റേഷനിൽ ഏതൊക്കെ ട്രെയിൻ ഓടുന്നുണ്ട്, അത് ലൈവായിട്ട് എവിടെയുണ്ട് എന്നൊക്കെ മുന്നിലെ വലിയ കമ്പ്യൂട്ടറൈസ്ഡ് പാനലിൽ കാണാൻ കഴിയും. അതായത് എവിടെയൊക്കെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കാനാകും. ഉദാഹരണം, മുന്നിൽ പോകുന്ന ഒരു പാസഞ്ചർ ട്രെയിനിനെ ഏതു സ്റ്റേഷനിൽ പിടിച്ചിട്ട് പുറകിൽ വരുന്ന എക്സ്പ്രസ് ട്രെയിനിനെ വിടാം, ഒരു ഗുഡ്സ് ട്രെയിനെ എപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം എന്നൊക്കെയുള്ള തീരുമാനങ്ങൾ എടുത്ത് അതത് സ്റ്റേഷൻ മാസ്റ്ററുകളെ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇതാണ് ചുരുക്കി പറഞ്ഞ ഒരു സെക്ഷൻ കൺട്രോളറുടെ ജോലി. സെക്ഷൻ കൺട്രോളർ എക്സാമിനേക്കുള്ള അപ്ലിക്കേഷൻ ഇപ്പോൾ കൊടുത്തു തുടങ്ങാം. 15-ാം തീയതി തൊട്ട് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇനി അടുത്ത മാസം ഒക്ടോബർ 14, 2025 വരെയാണ് അപ്ലിക്കേഷൻ കൊടുക്കാനുള്ള അവസാന തീയതി. പ്യുവർലി ഓൺലൈനായാണ് അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. എക്സാമിന്റെ ക്വാളിഫിക്കേഷൻ, അതായത് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറയുന്നത് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രിയാണ്. ഡിഗ്രി ലെവൽ എക്സാം ആണിത്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം, അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികളും അതേപോലെ റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന വിദ്യാർത്ഥികളും ഈ ഒരു എക്സാം അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല. കാരണം ക്ലോസിംഗ് ഡേറ്റിന്റെ അന്ന് വരെ സമയമുണ്ട്. ആ ക്ലോസിംഗ് ഡേറ്റിന്റെ ആ ഡേറ്റിനുള്ളിൽ നിങ്ങൾ ഒരു ഡിഗ്രി നിങ്ങളുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാമിന് അപ്ലൈ ആവുന്നതാണ്. അടുത്തത് ഏജ് ലിമിറ്റ് ആണ്, വയസ്സ്. നിങ്ങൾക്ക് 2026 ജനുവരി 1 20 വയസ്സ് പൂർത്തിയാവുകയോ 33 വയസ്സിനുള്ളിൽ നിൽക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ദെൻ ആസ് യൂഷ്വൽ SC ST OBC പിന്നെ അതർ എക്സ് മിലിറ്ററി തുടങ്ങിയ ആൾക്കാർക്കൊക്കെ കൺസെഷൻ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അതിന്റെ കള്ളി പട്ടിക ഞാനത് ഈ ഒരു വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. OBC കാറ്റഗറിക്ക് 3 വർഷം റിലാക്സേഷൻ ഉണ്ട്, അതായത് 36 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. SC ST കാറ്റഗറിക്ക് 5 വർഷം, അതായത് 38 വയസ്സ് വരെ അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട്. ടോട്ടൽ വേക്കൻസി നോക്കുകയാണെങ്കിൽ ഓൾ ഇന്ത്യ ലെവലിൽ 368 വേക്കൻസിയാണ്. നമ്മൾ അടുത്തുള്ള കുറച്ച് ഡിവിഷൻ നോക്കുകയാണെങ്കിൽ RRB നോക്കുകയാണെങ്കിൽ ചെന്നൈയിൽ 5 ഒഴിവും തിരുവനന്തപുരത്ത് 19 ഒഴിവും ബാംഗ്ലൂർ 24 വേക്കൻസിയും ടോട്ടലി അവൈലബിൾ ആണ്. RRB എല്ലാ എക്സാമിനും പറയുന്ന പോലെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഇതിനും വെച്ചിട്ടുണ്ട്. A2 ആണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നത്. ഫിസിക്കലി ഫിറ്റ് ഇൻ ഓൾ ആസ്പെക്ട്സ് ആയിരിക്കണം. ദെൻ വിഷൻ 6/9 വേണം വിത്തൗട്ട് ഗ്ലാസ്. അതുകൊണ്ട് 6/9 ഗ്ലാസ് യൂസ് ചെയ്യുന്ന ആൾക്കാർ അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല. കാഴ്ച വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിനേഷൻ 2 ലെവലാണ്. ഫസ്റ്റ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് CBTയും, അത് കഴിഞ്ഞ് രണ്ടാമത്തത് CBATുമാണ്. ഈ ഫസ്റ്റ് സ്റ്റേജിൽ CBTയിൽ ടോട്ടൽ 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. 120 മിനിറ്റ് ആയിരിക്കും എക്സാമിനേഷൻ ടൈം. പിന്നെ ഇതിൽ ഓൺലി മാത്സ് ആൻഡ് റീസണിങ് മാത്രമേ സിലബസ് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. സയൻസ്, GK തുടങ്ങിയ സബ്ജക്റ്റുകളൊന്നും തന്നെ ഉണ്ടാവില്ല. രണ്ടാമത്തെ സ്റ്റേജ് CBATിനേക്കായി വേക്കൻസിയുടെ 8 മടങ്ങ് ആൾക്കാരെയാണ് പരിഗണിക്കുക. ഇതിൽ നമ്മൾ ALP എക്സാമിനൊക്കെ കണ്ട പോലെ സൈക്കോമെട്രി ടെസ്റ്റാണ്. നമുക്ക് തീരുമാനം എടുക്കാനുള്ള കഴിവ് തുടങ്ങിയ കാര്യങ്ങൾ പരീക്ഷിക്കുന്ന ഒരു എക്സാമാണ്. ഞാനിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലാണ്, വർക്കിലാണ്, അതുകൊണ്ടാണ് പുറത്തുള്ള നോയ്സ് കേൾക്കുന്നത്, ക്ഷമിക്കുക. പിന്നെ സാലറി കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇത് വൈൻഡപ്പ് ചെയ്യാം. സാലറി 7th CPC പ്രകാരം, പേ കമ്മീഷൻ പ്രകാരം 6th ലെവലാണ് ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്. 35,400 രൂപയാണ് ബേസിക് പേ. കൂടാതെ അലവൻസുകൾ ലൈക്ക് DA ഇപ്പോൾ അറൗണ്ട് 50% മുകളിലായി, HRA
തുടങ്ങിയ അലവൻസ്, യൂണിഫോം അലവൻസ്, നൈറ്റ് ഡ്യൂട്ടി അലവൻസ് തുടങ്ങിയ അലവൻസുകളൊക്കെ കൂട്ടി തുടക്കം തന്നെ ആദ്യത്തെ മാസം തന്നെ 60,000 രൂപയ്ക്ക് മുകളിൽ എന്തായാലും സാലറി കിട്ടുന്ന ഒരു ജോലിയാണ്. വളരെ ചുരുക്കിയാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ സംശയങ്ങൾ കാര്യങ്ങളുടെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. ദെൻ ഓൾ ദ ബെസ്റ്റ് ഫോർ ഓൾ.